നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ബിഗ് ബോസിൻ്റെ റിവ്യൂ നിന്ന് ഇന്നലെ മോഹൻലാൽ വന്നു. മോഹൻലാൽ വരുമ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിനെ കാണാനായിട്ട് സിനിമ ഹോട്ടലിൽ കാശ് കൊടുത്ത് കാണാൻ പോണ്ട. നമ്മുടെ ആളുടെ സ്വതസിദ്ധമായുള്ള ശൈലിയിലുള്ള സംസാരങ്ങളും തമാശകളൊക്കെ കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കണം മോഹൻലാലിനെ. ശനിയാഴ്ച വന്നു. മോഹൻലാൽ വന്നിട്ട് മോഹൻലാലിൻ്റെ എപ്പിസോഡൊക്കെ വളരെ രസകരമാണ്, നന്നായി സംസാരിക്കും, വളരെ നമ്മൾക്ക് ആസ്വാദ്യകരമാണ്. പക്ഷേ ആ ബിഗ് ബോസിൻ്റെ അകത്തുള്ള മൊണ്ണകൾ അങ്ങനെ തന്നെ പറയാം. ഈ ബിഗ് ബോസിന് ഈ സീസണിൽ പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണ്. പകുതിയിലേറെ മത്സരാർത്ഥികളെ അവിടെ നിന്ന് പുറത്താക്കാനുള്ളൊരു സാഹചര്യം നടക്കുന്നുണ്ട്. പിന്നെ ബിഗ് ബോസിൻ്റെ അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഇവർക്ക് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും ഇവരൊന്നും ബിഗ് ബോസിൻ്റെ ഒരു ഉയർച്ച അതിൽ കൊണ്ടുവരാനായിട്ട് ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് അതിൻ്റെ മാനേജ്മെൻറ്റുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവരൊക്കെ ഇൻ്റർവ്യൂ സമയത്തൊക്കെ നല്ല പെർഫോമറായിരിക്കാം, പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും മൊണ്ണകളായിട്ട് മാറിയിരിക്കുക. പകുതി ആൾക്കാരെങ്കിലും പുറത്താക്കിയാലാണ്, എന്നിട്ട് പകുതി ആൾക്കാരെ പുതിയത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറ്റിയാൽ മാത്രമാണ് ബിഗ് ബോസ് ഇനി 100 ദിവസം നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ ബിഗ് ബോസ് ചെയ്യുന്ന ഒരാൾക്ക് പോലും കഴിഞ്ഞ കൊല്ലത്തെ പോലെ റീച്ചില്ല. ബിഗ് ബോസ് ചെയ്ത വീഡിയോ ചെയ്യുന്നതിന് റീച്ച് കുറവാണ്, ആൾക്കാർ കാണാനില്ല. അപ്പോൾ പിന്നെ ബിഗ് ബോസ് കാണാൻ ആൾക്കാരുണ്ടാവുമോ? മോഹൻലാൽ പറയുന്നത് ജനകോടികൾ കാണുന്ന പ്രോഗ്രാമാണ്. ജനകോടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ജനകോടികളുണ്ടാ? ഇല്ലല്ലോ. എല്ലാ പ്രോഗ്രാമിലും എല്ലാവരും പറയും ജനകോടികൾ, 10 കോടി 25 കോടി എന്ന് പറയാം. ആകെ കേരളത്തിലുള്ളവർ നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഈ ബിഗ് ബോസ് ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് മൊണ്ണകളെ പിടിച്ച് പുറത്താക്കണം. എത്രയും പെട്ടെന്ന് പുറത്താക്കി പുതിയ ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ കയറ്റണം. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ട് തള്ളിക്കളഞ്ഞവർ. അവരൊക്കെ നല്ല പെർഫോമറായിരിക്കാം, അവരൊന്നും ബിഗ് ബോസിന് പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെയുള്ള മൊണ്ണകളെയൊക്കെ തൂര കളഞ്ഞ് പുതിയ ആൾക്കാരെ കയറ്റാനുള്ള പരിപാടി ബിഗ് ബോസ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ശുദ്ധി കലശം ബിഗ് ബോസിനകത്ത് നടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രേക്ഷകർ നമ്മുടെ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കണം. ഇന്നലെ മോഹൻലാൽ വന്നിട്ട് ഇന്നത്തെ എപ്പിസോഡൊന്നും പറയാനായിട്ടൊന്നുമില്ല, റിവ്യൂ ചെയ്യാനായിട്ടൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഒരു വീഡിയോ ഇടുന്നതാണ്. ഇതിപ്പോൾ ഒന്നും ഇടാണ്ടിരുന്നിട്ടും കാര്യമില്ലല്ലോ. എന്തെങ്കിലും വല്ല കടലമിഠായി മേടിക്കാനുള്ള കാശ് കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഇടണതാണ്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് നിങ്ങളെ രസിപ്പിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ 1-2 കാര്യങ്ങൾ രസിപ്പിക്കാൻ പറ്റിയതുണ്ട്, അത് ഞാൻ പറയുകയും ചെയ്യാം. ശരത്തിൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന കേട്ടു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച കൊണ്ട് തന്നെ ബിൻസിയും ശരത്തും ഇത്ര വലിയൊരു കോംബോ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കുറച്ച് 2-3 ആഴ്ച കൂടി നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ശരത്തിൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന കേട്ടു എന്ന് പറയാം. ബാക്കി വിശദമായിട്ട് ഞാനൊന്നും പറയണില്ല. ഈ സ്ത്രീകൾക്കൊരു കാര്യമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരത്തൊരു നടനാണല്ലോ, ഒരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഈ സെലിബ്രിറ്റിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഫാൻസ് നമ്മൾക്കും കൂടി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഈ വക ആൾക്കാർക്കുണ്ട്. ഈ അപ്പാനി ശരത്തിന് പോലും ഈ സിനിമാ നടനാന്നുള്ള യാതൊരു പരിഗണനയും പ്രേക്ഷകർ കൊടുത്തിട്ടില്ല. ഇവൻ ഇപ്പോഴും അറിയാത്ത ആൾക്കാരാണ് ഈ ബിഗ് ബോസ് കാണുന്നവർ മുഴുവൻ. ഇവൻ ആര്, ഇവ ഏത് പടത്തിൽ അഭിനയിച്ച്, ഇവർ നമുക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ നമുക്ക് കമൻ്റ് ഇടുന്നത്. അപ്പോൾ അപ്പാനി ശരത്തിൻ്റെ വിചാരം മൂപ്പര് മോഹൻലാലാണ്. അപ്പോൾ 2 മൊണ്ണ പടങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് മോഹൻലാൽ പോലും ആ പടത്തിൽ അഭിനയിച്ചു, എന്നിട്ട് പോലും ആ പടം വിജയിച്ചില്ല. ഇവ അഭിനയിച്ച പടം ഒരു അങ്കമാലി ഡേയ്സ് വന്നു. അതിലിപ്പോൾ ഇവനൊന്നല്ല, ഈ നായകനൊക്കെ വേറെ വല്ലവരെ അവന് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. അപ്പോൾ അവൻ്റെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലെന്ന് ഓരോ വിചാരം. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ബിഗ് ബോസ് അകത്ത് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചാണ് ബിഗ് ബോസ് ഇവനെ തള്ളിവിട്ടത്. പക്ഷേ ഡേഞ്ചർ സോണിലാണ് പ്രേക്ഷകർ അവനെ നിർത്തി പോകണത്. അതായത് അതിനകത്ത് ഒരു വോട്ട് അവന് കിട്ടുന്നില്ല. മോളെ ബിൻസി 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനും നിൻ്റെ കൂടെ വരും, അവനും പുറത്താക്കാനുള്ള പരിപാടിയൊക്കെ പ്രേക്ഷകർ നോക്കിയിട്ടുണ്ട്. പ്രേക്ഷകരൊക്കെ കൃത്യമായിട്ടുള്ള വിധിയെഴുത്താണ് നടക്കുന്നത്, അല്ലാണ്ട് ഒരു കൃത്രിമം ഇവിടെ നടക്കുന്നില്ല. ശൈത്യം ഇന്ന് പുറത്താവുന്ന ഒരു തീരുമാനം ആയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ അനു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനു ബാത്റൂം കഴിയുന്ന ഡ്യൂട്ടിന് മൂപ്പർക്കുള്ളത്. മൂപ്പര് ബാത്റൂമിൽ ചെല്ലുമ്പോൾ അവിടെ മൂത്രമൊക്കെ പുറത്താണ് കിടക്കുന്നത്. അതുപോലെ ക്ലോസറ്റിൽ എന്തൊക്കെയോ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു അതൊരു കണ്ടിയാണ്, പക്ഷേ കണ്ടിയുണ്ട്, അതുപോലെ തന്നെ വേറെന്തോ ഒരു സാധനം
രഹസ്യമായിട്ടുള്ള ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് അനുമോൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഇന്നതാ സാധനം എന്നുള്ളത്. അനുമോൾ വന്ന് ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറയുന്നുണ്ട്, ബിഗ് ബോസ് എന്തായാലും ബാത്റൂമിൽ ക്യാമറ ഇല്ലാത്ത കാരണം ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനും ഇത് ആരാ ചെയ്തതെന്ന് അറിയാനും ഒരുപാട് കഷ്ടപ്പെടും ബിഗ് ബോസ്. ആ കാര്യം ശരിയാണ്. ബിഗ് ബോസിന് ഇത് കേൾക്കാമെന്ന് മാത്രമുള്ള വേറൊരു രക്ഷയില്ല. അപ്പോൾ അനുമോൾ വന്നിട്ട് ഇവിടെ മത്സരാർത്ഥികളുടെ ചേട്ടിലൊക്കെ പറഞ്ഞു ഇന്ന സാധനമാണെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അവസാനം നമ്മുടെ അനുമോൾ കണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ ഞാനങ്ങോട്ട് പറയാം. ഈ ആണുങ്ങൾ കയറിയിട്ട് അവിടെ വാണടിച്ചിട്ട് അതിൻ്റെ അവിടെ തെറിപ്പിച്ച് അവിടേക്ക് ഇട്ടോക്കുക. അതൊക്കെ പരിപാടിയൊക്കെ നടക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ശരി, സമ്മതിച്ചു, ഇതൊക്കെ അത്യാവശ്യമുള്ള ആൾക്കാർക്കൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഒന്ന് കളഞ്ഞു പോടേ. അവിടെ പെണ്ണുങ്ങളൊക്കെ ഉള്ളതല്ലേ, അവരൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറണ്ടല്ലേ, ഒക്കെ വൃത്തിയാക്കി പോവുക. ഒരാൾ കയറുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും വൃത്തിയാക്കുക. നമ്മളിട്ട തീട്ടം പോയോ എന്ന് നോക്കുക, അതുപോലെ തന്നെ നമ്മളവിടെ മൂത്രം ഒഴിച്ചത് പോയോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിഗ് ബോസിനകത്തുനിന്ന് പുറത്ത് വന്ന് പോരടെ അതൊക്കെ പോയോ എന്ന് നോക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പെനോയിലൊക്കെ ഒഴിച്ച് ഇത്തിരി ഇതൊക്കെ നല്ലൊരു സുഗന്ധപരമാക്കി ആക്കിയിട്ട് നിങ്ങൾ ഇറങ്ങുക. 10-16 20 19 ആളാ അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് ആകെയുള്ളത് 2 ബാത്റൂമല്ലേ. അപ്പം നമ്മൾ കയറി ഇറങ്ങണ നേരത്തെ ഏതെങ്കിലും ഒരു സ്ത്രീ കയറുമ്പോൾ നമ്മൾ കയറിയുള്ള ആ ഒരു മണം കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളെ മാനിക്കുക നിങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാത്റൂം നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. നമ്മളെപ്പോഴും ബാത്റൂമിൽ ചോറിട്ട് ഉണ്ണണ രീതിയിൽ വൃത്തി വേണം. അതാണ് ബാത്റൂമിൻ്റെ വൃത്തി. അതെന്നും നിങ്ങൾ ഇതാക്കുക. അപ്പോൾ അതാണ് ആകെയുള്ള ഒരു കണ്ടന്റ്. അപ്പോൾ പകുതിയും മണ്ടന്മാരായിട്ടുള്ള ഒരു മത്സരാർത്ഥികളുടെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. പിന്നെ അനീഷിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനീഷ് ഈ പറഞ്ഞ തന്നെ പറഞ്ഞ് കുഴച്ച് ഇങ്ങനെ ഈ കൊത്രാക്കോളി മാത്രം പറഞ്ഞു നടന്നുകൊണ്ട് ബിഗ് ബോസ് പ്രൊഡക്റ്റ് ആവില്ല. ബിഗ് ബോസിൻ്റെ കുറേ എപ്പിസോഡുകൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നിട്ട് വെറുതെ കിടന്നിട്ട് കലബല കൂട്ടലും കൊത്രാക്കൊള്ളി പറയലും പറഞ്ഞവരെ എന്തെങ്കിലും ചെറിയ നിസ്സാരൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ അതെന്നെ വീണ്ടും പറഞ്ഞു നടക്കണമൊക്കെ അതൊന്നും ബിഗ് ബോസിൻ്റെ കളികളെ അല്ല. അതൊക്കെ നമ്മൾ പ്രേക്ഷകരെ ബോറടിപ്പിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ ഉപദേശങ്ങൾ മോഹൻലാൽ കൊടുത്തിട്ടുണ്ട്. നീ കളിക്കണമെന്ന് ബിഗ് ബോസ് കളിയല്ല, അപ്പോൾ അതുകൊണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കളിക്കാൻ നിനക്ക് നല്ലത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജിസേൽ എന്നല്ല, ജിസേൽ എന്ന് പറയുന്നുണ്ട്, ഗസേൽ എന്ന് പറയുന്നത്, ഗിസേൽ എന്നും പറയുന്നത്. എന്ത് പണ്ടാറാണാവട്ടെ, എന്തെങ്കിലും ആയാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ലോ. പേര് എന്ത് കുന്ത്രാണ്ടാവട്ടെ, ഈ പേര് പിടിച്ചെടുക്കാൻ വലിയ പടിയാണ് ഹിന്ദിക്കാരികളെ. അപ്പോൾ ഗിസേലിനെ എപ്പോഴും ബിഗ് ബോസും മോഹൻലാലും തലോടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് വളരെ പണിപ്പെട്ട് കൊണ്ടുവന്നുള്ള ഒരു മത്സരാർത്ഥിയാണത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒരു മേക്കപ്പ് ഇല്ലാത്ത ലോകത്ത് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗിസേലിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നടക്കില്ല. നിങ്ങൾ ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞോ, ഇനിയിപ്പോൾ വസ്ത്രം തന്നെ വളരെ കുറച്ച് കൊടുത്തോ എന്ന് വെച്ചാലും മേക്കപ്പ് അത് മസ്റ്റാണ്. അത് ഇല്ലാണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്നലെ ഇപ്പോൾ എല്ലാവർക്കും മേക്കപ്പും കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സും കൊടുത്തിട്ടുണ്ട്, എല്ലാവരും നല്ല ചുന്ദര കുട്ടപ്പന്മാരായിരിക്കുന്നത്. അതിന് മുമ്പൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവരൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവുക. കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് പേടിയാവും. അതേപോലത്തുള്ള മുഖങ്ങൾ അവിടുത്തെ ഓരോ പെണ്ണുങ്ങളെ മുഖം കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ മേക്കപ്പ് ഇല്ലെങ്കിൽ എന്താണ് സ്ഥിതി? ഇന്നിപ്പോൾ ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് നമ്മുടെ മീനോ അരിയോ അല്ലെങ്കിൽ ചോക്ലേറ്റോ അല്ലെങ്കിൽ ഐസ്ക്രീമോ ഒന്നല്ല, മേക്കപ്പ് സാധനങ്ങളാണ്. മേക്കപ്പ് സാധനങ്ങൾ ഒരു കട തുടങ്ങിയാൽ അവൻ രക്ഷപ്പെടും. കാരണം എന്താ, ഇന്നത്തെ കാലത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും മത്സരിച്ചാണ് മേക്കപ്പ് ചെയ്യുന്നത്. സിനിമയിൽ പിന്നെ പറയണ്ടല്ലോ, സീരിയലിൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഈ ബിഗ് ബോസ് നമ്മളെ പ്രേക്ഷകരെ മണ്ടന്മാരാക്കരുത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും കളിച്ചോ, സീരിയൽ കളിക്കരുത്. നമ്മൾ ഒരുപാട് സീരിയൽ കണ്ട് സീരിയൽ തന്നെ കാണൽ നിർത്തിയ ആൾക്കാരാണ് നമ്മളൊക്കെ. ഒരുപാട് ആൾക്കാർ സീരിയൽ കാണുന്നത് ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ സീരിയൽ കളി നിങ്ങൾ ഈ ബിഗ് ബോസിൽ കൊണ്ടുവരരുത്. ബിഗ് ബോസ് എന്താ പറഞ്ഞത്, 2 പേരെ ഞങ്ങൾ കളികളിലൂടെ ഞങ്ങളുടെ കളിയിൽ തോൽക്കുന്ന 2 പേരെ ഞങ്ങൾ പുറത്താക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തി. ബിഗ് ബോസ് നിർത്താമെന്നൊരു പ്രഖ്യാപനം നടത്തി. അതൊക്കെ ചായ കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് മാറിപ്പോയി. അപ്പോൾ അതൊന്നും അങ്ങനെയുള്ള പ്രവചനങ്ങളൊന്നും നടത്തല്ലേ. എന്നിട്ട് എന്തുണ്ടായി, 2 പേരെ ഏതോ ഡാർക്ക് റൂമിൽ എവിടെയോ കൊണ്ടിട്ടിട്ട് ഓട്ടോറിക്ഷയിൽ അവർ 2 പേരും തിരിച്ചു വന്നു. 2ഉം വേസ്റ്റുകളാണ്. ഒരു കാര്യമില്ല 2നെ കൊണ്ടും. ഒരാൾ ഒരുപാട് സെലിബ്രിറ്റികൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളാന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ 0, തുടങ്ങിയപ്പോൾ 0, ഇപ്പോഴും 0. ഒരാൾ അമ്മേനെ കൊണ്ടുവന്ന് ഇതിൽ കുറേ കണ്ണീരും കയ്യും കാണിച്ചു. ഇപ്പോൾ അതിൻ്റെ മുകളിൽ കുറേ എന്തെങ്കിലുമൊക്കെ കയറി വരുമെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഓരോ നാടകങ്ങളും ഓരോരുത്തർ ഇറക്കുക തന്നെ. അമ്മേരെ അടുത്ത് പോന്നിട്ട് 4 ദിവസമായുള്ളൂ. അപ്പോഴേക്കിനും അമ്മേരെ കേസും പറഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് കണ്ട് ഭയങ്കര ആത്മകഥ പറഞ്ഞിട്ടാണ് കരയുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ.
അതിൻ്റെ ഒപ്പം കരയാനായിട്ട് എല്ലാ മത്സരാർത്ഥികൾക്കും ഗ്ലിസറിനും കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ഇരുന്ന് കരയുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഇമ്പാക്റ്റ് കൊടുക്ക് എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പിന്നെ ബിഗ് ബോസിൻ്റെ തിരക്കഥ ഇന്നലെ പൊളിഞ്ഞു. തിരക്കഥയില്ല എന്ന് ലാലേട്ടൻ ഒരു ആഴിക്ക് 100 വട്ടം പറയുന്നുണ്ട്. ഇന്നലെ തിരക്കഥ എന്താണ്? ഒരു പട്ടിക്കുട്ടീനെ റോബർട്ടിനെ അകത്തേക്ക് വിടേണ്ട സമയമാണ്. റോബർട്ടിന് പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പേരൊക്കെ ഇട്ടിട്ട് അതിനെ റൂമിൽ കൊണ്ട് വെച്ച് നോക്കുക. അപ്പോൾ അതൊക്കെ മുമ്പ് പറഞ്ഞ് ഏൽപ്പിച്ചാണ് നവീനോട്, നീ ചോദിക്കടാ, ആ മോഹൻലാലിനോട് ചോദിക്കി എനിക്ക് സമ്മാനം ഇല്ലേ എന്നുള്ളത്. അപ്പോൾ സമ്മാനം തരും. അത് കഴിഞ്ഞിട്ട് നീ പണിപ്പരയില ചറ്റപ്പരയില ചെല്ലുമ്പോൾ നിനക്ക് ആ വാതിൽ തുറക്കണമെങ്കിൽ നീ പേടിച്ചോടിയിട്ട് പിന്നെ നീ കടന്നു വരണം. അപ്പം നീ പട്ടിക്കുട്ടീനെ കാണും, റോബർട്ടിനെ കാണും. അപ്പം നീ റോബർട്ടിനെയും കൊണ്ടിങ്ങോട്ട് വന്നാൽ മതി. ഇതൊക്കെ നാടകമല്ലേ? എന്തിട്ടാ ബിഗ് ബോസിൽ കാണിക്കുന്നത്? ഇതൊക്കെ നമ്മൾ ഈ മലയാളികൾ ചോറ കൊണ്ടുവന്നത്. പോരാത്തന്നെ വിദ്യാഭ്യാസ സമ്പന്നരാണ് നമ്മളൊക്കെ ഈ നാട്ടിലുള്ള ആൾക്കാർ, കേരളത്തിലുള്ള ആൾക്കാർ പോയിട്ടുണ്ട് ദുബായിൽ 50 നില 40 നിലയുള്ള ബിൽഡിങ്ങുകളും കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ ഉണ്ടാക്കുന്ന നമ്മുടെ മലയാളികളാണ്. അപ്പോൾ ഇപ്പോൾ ചന്ദ്രനിലേക്ക് വരെ നമ്മുടെ ഇന്ത്യക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ. അവരുടെ ഇടയിൽ ഇങ്ങനെയുള്ള നാടകങ്ങളും കാര്യങ്ങളൊന്നും തിരക്കഥകളൊന്നും കൊണ്ടുവന്ന് വിവരിക്കാൻ നോക്കല്ലേ. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഈ സീസൺ ബിഗ് ബോസ് ആകെ തളർന്ന് തരിപ്പണായി തണുത്ത് ഉറഞ്ഞിരിക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടന്റ് തരാനായിട്ട് ആരുമില്ല, ഒരാളെക്കുറിച്ച് നമുക്ക് പറയാനില്ല. പിന്നെ ഗിസേലിനൊക്കെ ഒരു പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗിസേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ് ബോസ് പ്രൊഡക്റ്റാണ്. ഇവർ ഹിന്ദി ബിഗ് ബോസിൽ വൈൽഡ് കാർഡായിട്ടാണ് കയറിയത്. അപ്പോൾ ഈ ക്രിക്കറ്റർ യുവരാജും ഈ ഗിസേലും തമ്മിൽ ഭയങ്കര പ്രേമായിരുന്നു. ആ പ്രേമൊക്കെ അപ്പോൾ പോയി. അവർ തമ്മിൽ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ അതുപോലെ ഹിന്ദി സിനിമാ ഫീൽഡിൽ ഒരുപാട് ആൾക്കാർക്ക് ഈ ഗിസേലിനെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അത് പരസ്യരംഗത്ത് മൂപ്പര് പേര് എടുത്ത ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് ആ ജാടകളൊന്നും കാണിക്കാണ്ട് അവിടെ ചപ്പാത്തി പരത്താനും അവർ പറയുന്നത് കേട്ടിട്ടും ബിഗ് ബോസ് പറയുന്നത് കേട്ടിട്ടും മോഹൻലാൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടിട്ടും വളരെ അഹങ്കാരമൊന്നും ഇല്ലാണ്ട് വളരെ തന്മയത്വത്തോടെ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ഗിസേലിനെ സപ്പോർട്ട് ചെയ്തല്ലോ. എന്താ കുഴപ്പം? ഈ കണ്ടങ്കാളി കയറിയ പോലെ നമ്മുടെ അനു കിടന്ന് തിക്കുന്നവർക്കും ബഹളം കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. അനുവിൻ്റെ ഈ കാര്യങ്ങളൊക്കെ വെറും ഉടായ്പ് കാര്യങ്ങളാണ്. അതൊന്നും മത്സരാർത്ഥികൾക്ക് വേണ്ടിയുള്ള കളികളൊന്നല്ല ഈ അനു കിടന്ന് കാണിക്കുന്നതും തിക്കുന്നവർക്കും ബഹളം കൂട്ടണതൊക്കെ. അപ്പോൾ അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ. അനീഷിൻ്റെ ആയാലും ഈ അനുവിൻ്റെ ആയാലും ഇതൊന്നും ഒരു കളികളായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് ഓരോരോ അംഗങ്ങൾ, ഓരോ അംഗക്കെട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു കളികളായിട്ട് മാത്രമേ ഇതിനൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബിഗ് ബോസിൽ നിന്ന് പകുതി ആൾക്കാരെ പുറത്താക്കിയിട്ട് പകുതി ആൾക്കാരെ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യം. അതങ്ങനെ നടക്കട്ടെ എന്ന് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ബിഗ് ബോസ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നേ. ഇവരൊന്നും ഈ കൊത്രങ്ങോളി പറയണവർ ഈ മൊണ്ണകളെയൊക്കെ വെച്ചിട്ട് എത്ര നാൾ ഈ നമ്മളെ ബോറടിപ്പിച്ച് കൊണ്ടുപോകും. ഇപ്പം തന്നെ കുറേ യൂട്യൂബേഴ്സ് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നത് നിർത്തി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കാണാനില്ല. ബിഗ് ബോസ് കാണാൻ ആൾക്കാരുണ്ടെങ്കിലല്ലേ റിവ്യൂ കാണാൻ ആളുണ്ടാവുള്ളൂ. ഇപ്പം റിവ്യൂവും വേണ്ട, ബിഗ് ബോസും വേണ്ട. പോരാത്തന്നെ എല്ലാവർക്കും ഓണത്തിരക്കാണ്. ഇങ്ങനെയുള്ള സീസണിൽ ബിഗ് ബോസ് വെക്കല്ലേ. കാരണം എന്താ വെച്ചാൽ ഓണത്തിരക്കാണ്. എന്തായാലും പിന്നെ ഓണമായിട്ട് മോഹൻലാലിൻ്റെ കൂടെ എല്ലാവർക്കും ഒരു ഓണസദ്യ ഉണ്ണാം. അത് നിങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കാം. നിങ്ങളുടെ ഈ ജന്മം സമ്പന്നമായി എന്ന് പറയാം. നമുക്കൊക്കെ മോഹൻലാലിൻ്റെ കൂടെ ഒരു ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമില്ല. എത്ര നാളും കൈനട്ടം മേടിച്ചു തുടങ്ങുന്നത് ഇപ്പോൾ അത് ഓണക്കൈനട്ടം ഓണ ഭക്ഷണമായിട്ട് മാറിയിരിക്കുന്നത്. അത് നിങ്ങളെ ഒരു ഇതായിട്ടിരിക്കട്ടെ, ഒരു ഗിഫ്റ്റായിട്ടിരിക്കട്ടെ. പിന്നെ ഇനിയിപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. ഇന്നിപ്പോൾ മോഹൻലാൽ വരുന്നുണ്ട്. നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് ലാലേട്ടനെ കാണുന്നത്, ലാലേട്ടൻ്റെ ഓരോ സംസാരങ്ങളും കാണുന്നതും. പോരാത്തതിന് ഇപ്പോൾ ലാലേട്ടൻ തടിയൊക്കെ കുറച്ച് നല്ല സുന്ദരനായിട്ടുണ്ട്. അതൊരു ഭാഗ്യമല്ലേ നമ്മുടെ ലാലേട്ടൻ ഇങ്ങനെ ചെറുപ്പമായി വന്ന് കുറേ സിനിമകളിൽ അഭിനയിക്കുന്ന നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ 28-ാം തീയതി റിലീസാവുന്നുണ്ട്. എല്ലാവരും പോയി കുടുംബസമേതം കാണുക. സത്യൻ അന്തിക്കാടും മോഹൻലാലായിട്ട് 10 കൊല്ലം മുമ്പ് 12 കൊല്ലം മുമ്പാണ്ട് ഒരു പടം എടുത്തത്. അത് പട്ടിപ്പൊളിഞ്ഞ് പോയി. ഇപ്പോൾ ഇതിന് രക്ഷപ്പെടുത്തതാണ്. കഥയൊക്കെ എഴുതി നോക്കണത് സത്യൻ അന്തിക്കാടിൻ്റെ മകനാണ്. എന്താവും ഏതാവും ഒരു പിടുത്തമില്ല. അപ്പോൾ അത് പ്രതീക്ഷയുണ്ട്, നോക്കാം. അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് ഷോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.